നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും ഞങ്ങളടങ്ങുന്ന പാവണം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യം ശക്തിയും ആമേൻ. കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. കുട്ടുപാൽ കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. മെഴുതിരി പൂ തരാം ഞാൻ ഈ പൂങ്കാറ്റിൽ, ഒലിവില പന്തലിടാം. ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം. കുട്ടുപാൽ കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. മെഴുതിരി പൂ തരാം ഞാൻ ഈ പൂങ്കാറ്റിൽ, ഒലിവില പന്തലിടാം. ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം. ദേവകുമാരികൾ ഗാനം മീട്ടുമ്പോൾ ഒന്ന് പാടുമോ സ്നേഹദൂതികെ ഇന്നീ ആഘോഷം? ഓ എന്റെ കിനാവിൻ മുത്തിനെ വാഴ്ത്തും ചന്ദന വേണുവുമായി, പതിയെ പരൽ മീനായി വെറുതെ പിടയാതെ ഒരു കുഞ്ഞു മൈനയല്ല എന്റെ പൊന്നെ. ചെറുനൊരു മുന്തിരി മണികളെ എന്തിന് നീ ഒളിച്ചു വെച്ചു? കുട്ടുപാൽ കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. മെഴുതിരി പൂ തരാം ഞാൻ ഈ പൂങ്കാറ്റിൽ, ഒലിവില പന്തലിടാം. ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം. കല്യാണം ഓ നിന്നെ ഒരുക്കിയിരുത്താനാരെ പോരുന്നു? സ്വർണമാനുകൾ കണ്ടടങ്ങളിൽ കണ്ണാൽ നുള്ളുമ്പോൾ നിന്നെ ഒരാളുടെ പൊൻവിരലാലെ പട്ടിൻ പൂച്ചാർത്തും. അകലെ മലയോരം മരുമീരകമേതോ ഒരു 100 സൂര്യൻ എന്ന പോലെ മെല്ലെ ചിലു ചിലു ചിപ്പിയിൽ ഒരു ചെറു പുഞ്ചിരി നീ ഒളിച്ചു വെച്ചു. കുട്ടുപാൽ കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. മെഴുതിരി പൂ തരാം ഞാൻ
ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം, ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം. ആനന്ദത്തോടെ തീർക്കുവാൻ അനുഗ്രഹസമ്പന്നമായ സഭയിൽ നിരന്തര ഭംഗിയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങൾ വർദ്ധിക്കുവാനും ഞങ്ങളുടെ ശുഭാന്തത്തെ നിരന്തരമായി സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും എന്റെ സഹോദരേ, വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 5 22 മുതൽ 30 വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവെന്ന പോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുവിൻ. മിശിഹാ സഭയും ശിരസ്സും ശരീരത്തിന്റെ രക്ഷകരമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. അതിനാൽ
തിരുസഭ വിഷയമായി കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ വിശ്വാസ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ശരീരത്തെ എന്നോണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പരിസര നടത്തിയ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാലത്ത് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹത്തിന് ആഴമായ കൂട്ടിയിരിക്കുന്നു. അത് നിങ്ങൾ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സാമൂഹിക വശം മറിച്ച് ആ വ്യക്തികൾ നമ്മൾ സ്നേഹിക്കും, നമ്മളോട് വസിക്കും. കാരണം പക്ഷേ അവരുടെ അസ്തിത്വപരമായ ആവശ്യമാണ് ആ കൂട്ട് അവരെ പശ്ചാത്തലത്തിലാണ് വ്യക്തിബന്ധം. പിതാവ് വേണ്ടി എല്ലാ വിധത്തിലും മാനേശ്വരം സ്നേഹിക്കുന്നത് ഒരു നിമിഷം പോലും പറയാം. അതുപോലെ പക്ഷേ ഇതെല്ലാം കിട്ടിയാലും മനുഷ്യൻ തൃപ്തനാണ്. ആഴമായ സ്നേഹത്തിന്റെ കൂട്ട് സാഹോദര്യം. എന്താണ് സാഹോദര്യം? നമ്മളൊക്കെ പറയാറുണ്ട്, പാർട്ടിക്കാരും പറയാറുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അവനൊന്ന് ചിന്തിച്ചിട്ട് പറയുന്നതാണ്. അവന്റെ മനസ്സിൽ എത്തിക്കുന്നു. സന്തോഷ് വിശുദ്ധമായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ വിനിതയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. വിശുദ്ധമായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ സന്തോഷത്തെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന് സാക്ഷ്യമാണ്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിവാഹത്താൽ ബന്ധിക്കുകയും സ്വകീയവരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസവും സ്നേഹത്തിലും വധുവരമായ കുരിശിനെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി കാലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ലഭിക്കുമാറാകട്ടെ. ജീവിതമുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഈ കുരിശിലൂടെ ശക്തി നൽകട്ടെ. കൃപാവത്തിന്റെ അനുസരിച്ച് മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാലമാണ് കർത്താവേ. ഈ മക്കളോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയുടെ ദമ്പതിമായി അനുഗ്രഹിക്കണം. ലോകത്തിന്റെ ശുദ്ധരായി ജീവിച്ച് സ്വകൃത മഹത്വത്തിന്റെ വസമണിയുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ.
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ജീവിതത്തിൽ വിശുദ്ധ സാക്ഷിയായി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചൈതന്യമേ മണ്ണിൽ പ്രകാശിക്കും